ഇത് മിസ് വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ്. നല്ല ഭംഗിയാണ് ഇതിന്റെ പൂക്കള്. വൈറ്റും ലൈറ്റ് പിങ്കും മിക്സഡ് ആയിട്ടുള്ള ഫ്ലവേഴ്സ്, അതുപോലെ നന്നായിട്ട് പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി ആണ്. ഇത് ഹവായി വൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ്. ഇത് ബ്ലൂബെറി ഐസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ്. ഇത് ടിസ്റ്റർ റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ്. ടിസ്റ്ററിൽ തന്നെ ഒരുപാട് വെറൈറ്റികൾ വരുന്നുണ്ട്. ഇതിന്റെ നിറം കാണാൻ നല്ല ഭംഗിയാണ്, നല്ല റെഡ് കളറ്. ഇത് ബട്ടർഫ്ലൈ ടോർച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ്. ഇതിന്റെ ലീഫും അതുപോലെ തന്നെ പൂക്കളും ഒരേ ഷേപ്പിലാണ് വരുന്നത്. നല്ല ഭംഗിയിൽ പൂക്കൾ ഉണ്ടാവുന്ന ഒരു വെറൈറ്റി ആണ്. ഇത് ചില്ലി ഐസ്ക്രീമിന്റെ മദർ പ്ലാന്റ് ആണ്. ഇതിങ്ങനെ ക്രീപ്പർ ആയിട്ട് നമുക്ക് വളർത്താൻ പറ്റും. ഇത് സൺറൈസ് വൈറ്റ് ആണ്. ഈ ഒരു വെറൈറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വെറൈറ്റി ആണ്. നല്ല പർപ്പിൾ കളറിലുള്ള ഒരു ഫ്ലവർ ആണ്. നല്ല ഡാർക്ക് പർപ്പിൾ കളർ ഫ്ലവർ ആണ്. ചെറിയ ചെറിയ പൂക്കളാണ്. ഇതിങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ നിർത്തിയത് കൊണ്ടാണ് ഇലകൾ കാണാത്ത അത്രയും രീതിയിലുള്ള ഫ്ലവർ ഉള്ളത്. ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു പ്ലാന്റ് ആണ്. ഇത് മസൂരി പീച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ്. ചെറിയ പൂക്കളാണ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ബൊഗെയിൻവില്ലയുടെ പൂക്കളിന്റെ ഇതളുകളേക്കാൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വെറൈറ്റി ആണ്. ഇത് ഫോക്സ് ടെയിൽ യെല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ്. ഹായ്, എൻ്റെ പേര് കീർത്തന. തൃശ്ശൂർ ജില്ലയിലെ ചാഴൂരാണ് എൻ്റെ സ്ഥലം. ഞാനിപ്പോ ഇവിടെ ഒരു ബൊഗെയിൻവില്ല ഗാർഡൻ ആരംഭിച്ചിരിക്കുകയാണ്. 4 വർഷത്തെ എൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു ഇങ്ങനെ ഒരു ബൊഗെയിൻവില്ല ഗാർഡൻ എന്നുള്ളത്. ഇപ്പോ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിന്റെ മുമ്പിൽ, പാറക്കുളങ്ങര അയ്യപ്പസ്വാമി ക്ഷേത്രത്തിന്റെ മുമ്പിൽ ഞാൻ ഈ ഒരു ഗാർഡൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഒരുപാട് വെറൈറ്റികളൊക്കെ ഉണ്ട്. നമുക്ക് ഓരോ പ്ലാന്റ്സും പരിചയപ്പെടാം. ഇതൊരു നാടൻ വെറൈറ്റി ആണ്. പക്ഷെ മഞ്ഞോടുള്ള ഇഷ്ടം കൊണ്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഒരുപാട് നാടൻ വെറൈറ്റികൾ ഉണ്ട്. ഇതൊരു നാട്ടുമ്പുറാണ്. എല്ലാവരും ഒരുപാട് വില കൊടുത്ത് ഹൈബ്രിഡുകളൊന്നും മേടിക്കില്ല. അപ്പൊ നമ്മള് ചെറിയ ചെറിയ നാടൻ വെറൈറ്റികളൊക്കെ വെച്ചിട്ടുണ്ട്. യെല്ലോ ഫ്ലവർ ആണ്. നല്ല ഭംഗിയാണ്. യെല്ലോ ഫ്ലവർ ആണെങ്കിലും നാടനാണെങ്കിലും ഒരുപാട് ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ്. ഇത് ഫ്ലെയിം റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ്. നല്ല കളറാണ്. ഒരുപാട് പേര് ഈ ഒരു പ്ലാന്റ് കണ്ടിട്ട് തന്നെ ഇവിടെ നിന്ന് കയറി ഈ ഒരു വെറൈറ്റി വാങ്ങിക്കുന്നുണ്ട്. നല്ലൊരു വെറൈറ്റി ആണ്. കളർ കാണാനാണ് ഇതിന്റെ കൂടുതലായിട്ടുള്ള ഭംഗി. പിന്നെ ഇത് റൂബി റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ്. രണ്ടിനും കളർ തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. രണ്ട് പ്ലാന്റും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഒത്തിരി പൂക്കൾ ഉണ്ടാവുന്ന ഒരു വെറൈറ്റി കൂടിയാണ്. ഇതിലിപ്പോ ഒരു 3 കളർ വെറൈറ്റികൾ ഉണ്ട്. പക്ഷെ ഒന്നിൽ തന്നെ 2 കളറും പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഫയറോപ്പാൽ ഓറഞ്ചും കൂടെ മിക്സ് ചെയ്താണ്. ഇതിൽ റൂബി റെഡ് ഉണ്ട്, ഫ്ലെയിം റെഡ് ഉണ്ട്, ഫയറോപ്പാൽ ഓറഞ്ചും ഉണ്ട്. ഇത് ചില്ലി യെല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ്. ഇപ്പൊ പൂക്കൾ മൊത്തം വിരിഞ്ഞു വരുന്നുള്ളൂ. വിരിഞ്ഞു വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. കാരണം ഇലകളൊന്നും കാണില്ല, അത്രയ്ക്കധികം പൂക്കൾ വരും. നല്ലൊരു വെറൈറ്റി ആണ്. ചില്ലിയിൽ തന്നെ ഒരുപാട് വെറൈറ്റികൾ ഉണ്ട്. ഇത് ചില്ലി ഐസ്ക്രീം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ്. ഇതിന്റെ പൂവിന്റെ നിറം വളരെ ഭംഗിയുള്ളതാണ്. മിക്സഡ് ആയിട്ടുള്ള കളറാണ് ഇതിൽ വരുന്നത്. ഇതും ചില്ലി യെല്ലോന്റെ മറ്റൊരു പ്ലാന്റ് ആണ്. ഇതും ചില്ലി ഐസ്ക്രീം തന്നെയാണ്. ഒരുപാട് മുട്ടുകളായിട്ട് ഇങ്ങനെ വിരിഞ്ഞു വരും. അത് കഴിഞ്ഞാൽ ലാസ്റ്റ് സ്റ്റേജിലാണ് ഈ ഒരു നിറത്തിലേക്ക് എത്തുന്നത്. ഇത് ബ്രിസ പീച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ്. നിറയെ പൂക്കൾ ഇടുന്ന ഒരു വെറൈറ്റി ആണ്. ഇതിപ്പോ ഒരു ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ്. ഇതിന്റെ റൂട്ടഡ് പ്ലാന്റ് ആണ് ഈ വരുന്നത്. ഇതെന്റെ ഒരു മദർ പ്ലാന്റ് ആണ്. പക്ഷെ ഞാൻ ഇതുവരെ ഇതിന്ന് കട്ട് ചെയ്ത് പിടിപ്പിച്ചിട്ടില്ല. കാരണം എനിക്കിത് വലിയ ഒരു പ്ലാന്റ് ആയിട്ട് പോണം എന്നൊരു ആഗ്രഹം തോന്നിയിട്ടുണ്ട്. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് ബ്രിസ പീച്ച് പെട്ടെന്ന് കേടുവന്ന് പോകുന്നു. അതുകൊണ്ട് ഇതുവരെ ഞാൻ ഇതിന്ന് കട്ടിങ്സ് ഒന്നും എടുക്കാൻ നോക്കിയിട്ടില്ല. എങ്ങനെയാണ് കെയർ ചെയ്ത് വളർത്താൻ പറ്റുക എന്നുള്ളതാണ് ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്നത്. വലിയ കുഴപ്പമില്ല. ഇത്രയും കൊല്ലമായിട്ട് ഇതിന് കേടൊന്നും വന്നിട്ടില്ല. ഇത് ചില്ലി റെഡിന്റെ ഒരു പ്ലാന്റ് ആണ്. നമുക്കത് ക്രീപ്പർ പ്ലാന്റ് ആയിട്ട് വളർത്താം. നല്ല ഭംഗിയുള്ള റെഡ് ആണ്. ഈ ഫ്ലെയിം റെഡ് പോലെ തന്നെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി കൂടിയാണ്. ചില്ലിയില് കുറച്ച് വെറൈറ്റികൾ ഉണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വെറൈറ്റി കൂടിയാണ് ഈ ഒരു ചില്ലി റെഡ് എന്ന് പറയുന്നത്. ഇതും ചില്ലി റെഡിന്റെ ഒരു പ്ലാന്റ് ആണ്. നമുക്ക് ഈ രീതിയിലും ഈ ചില്ലി റെഡിനെ വളർത്തിയെടുക്കാം. അതുപോലെ ക്രീപ്പർ പ്ലാന്റ് പോലെ വിടണമെങ്കിൽ അങ്ങനെയും നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആണ്. ഇത് സക്കൂറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ്.
നല്ലൊരു വെറൈറ്റി ആണ്. ഇതിന്റെ കളറ് കാണാൻ കുറച്ചും കൂടി ഭംഗിയുണ്ട്. ഇപ്പൊ ഇത് വിരിഞ്ഞിട്ട് കുറെ ദിവസങ്ങളായി, അതുകൊണ്ടായിരിക്കണം അതിന്റെ കളറൊക്കെ കുറച്ച് മങ്ങിയത്. ഇത് ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. റൂട്ടഡ് ഇതിന്റെ പിടിച്ചു കിട്ടാനായിട്ട് കുറച്ച് പാടാണ്. നല്ല നെക്സ്റ്റ് ടൈം നമുക്കൊന്ന് ട്രൈ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടുള്ളതാണ്. ഇത് പൂനെ വൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ്. ഇതിപ്പോ ഒരുപാട് പഴക്കമുള്ള ഒരു മദർ പ്ലാന്റ് ആയതുകൊണ്ടാണ് ഇതില് അധികം ഇലകൾ കാണാതെ നിറയെ പൂക്കളായിട്ട് നിൽക്കുന്നത്. നല്ല വലിപ്പമുള്ള പൂക്കളാണ്. നല്ലൊരു ഭംഗിയുള്ള വെറൈറ്റി ആണ്. ഇതിന്റെ ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്. നല്ല റേറ്റ് കുറവിന് കിട്ടുന്ന ഒരു നല്ലൊരു വെറൈറ്റി ആണ്. ഈ ഒരു പ്ലാന്റ് കണ്ടിട്ട് ഒരുപാട് പേര് അങ്ങനത്തെ പ്ലാന്റ് ഇവിടെ നിന്ന് മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ്. ഇത് സൺറൈസ് വൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ്. ഇതിലും നല്ല പോലെ ഫ്ലവർ പിടിക്കും. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും വളർത്താൻ പറ്റിയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. ഇനി ഹാങ്ങിങ് പോട്ടിലും വളർത്താൻ പറ്റിയിട്ടുള്ള ഒരു പ്ലാന്റ് കൂടിയാണിത്. ഇത് മൊണാലിസ യെല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ്. ഇതിന്റെ ലീഫ് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അതുപോലെ തന്നെ പൂക്കളുടെ നിറവും അതെ. യെല്ലോ എന്ന് പറഞ്ഞാലും നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ കളറാണ് ഇതിൽ വരുന്നത്. ഇത് കയാട്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ്. ഇതിന്റെ നിറം വളരെ ഭംഗിയുള്ള നിറമാണ്. നിറയെ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി ആണ്. ഇപ്പോഴും ഇതിന് നല്ലൊരു ഡിമാൻഡ് ഉള്ള ഒരു വെറൈറ്റി കൂടിയാണ്. ഇത് റെഡ് സെപ്റ്റംബർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ്. നല്ല ഭംഗിയാണ് ഇതിന്റെ പൂക്കള്. ഇലകളിലും ഇതുപോലെ ഒരു നിറങ്ങൾ വരുന്ന ഒരു വെറൈറ്റി ആണ്. ഇത് രണ്ട് വെറൈറ്റികൾ ഇതിൽ ഇരിക്കുന്നുണ്ട്. സ്നോ ഓറഞ്ചും സ്നോ പിങ്കും. നല്ലൊരു ഭംഗിയുള്ള വെറൈറ്റി ആണ്. ഇലകളിൽ ഇതുപോലെ മഞ്ഞ പുള്ളികളും അതുപോലെ തന്നെ പൂക്കളുടെ നിറവും നല്ല ഭംഗിയുള്ളതാണ്. ഇപ്പൊ കുറച്ചു ദിവസമായി വിരിഞ്ഞിട്ട്, ഇല്ലെങ്കിൽ കറക്റ്റ് ഇതേപോലത്തെ ഓറഞ്ച് കളറാണ് വരിക ഫ്ലവർ. ഇത് മഹാറ വെറൈറ്റി ആണ്. വൈറ്റും പിങ്കും മിക്സ് ആയിട്ടുള്ള ഒരു വെറൈറ്റി. ഇതിലിപ്പോ സിന്തായിയുടെ പോലെ ഇലയിൽ ഇതുപോലൊരു ഷെയ്ഡ് വരുന്നുണ്ട്. ഇത് ചോക്ലേറ്റ് ബ്രൗൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ്. കാണുമ്പോൾ തന്നെ അറിയാം ചോക്ലേറ്റിന്റെ ഏകദേശം കളർ വരുന്ന ഒരു വെറൈറ്റി. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. നമ്മളെ ഫ്ലവേഴ്സിലൊന്നും അധികം ഈ ഒരു കളറിൽ വെറൈറ്റി വരുന്നില്ല. ഇത് മൊണാലിസ എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി ആണ്. മൊണാലിസ പിങ്ക്. ചെറിയ ലീഫുകളാണ് വരുന്നത്. അതുപോലെ തന്നെ ചെറിയ പൂക്കളും, പക്ഷെ നിറയെ പൂക്കൾ ഉണ്ടാവും. ഇത് സിന്തായി യെല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ്. ഇലയിലും ചെറിയൊരു വെരിഗേറ്റഡ് ആയിട്ടാണ് വരുന്നത്. ഒരു ചെറിയ യെല്ലോ കളർ കയറി വരുന്ന ഒരു പ്ലാന്റ് ആണ്. നല്ല ഭംഗിയുള്ള യെല്ലോ ആണ്. പൂക്കള് ഒരുപാട് ഉണ്ടാവുന്ന ഒരു വെറൈറ്റി കൂടിയാണ്. സിന്തായിൽ തന്നെ ഒരുപാട് വെറൈറ്റികൾ ഉണ്ട്. ഓറഞ്ച്, യെല്ലോ, പിങ്ക്, അങ്ങനെ ഒരുപാട് വെറൈറ്റികൾ തന്നെ വരുന്നുണ്ട്. ഇത് നല്ല ഭംഗിയുള്ള പൂക്കളാണ്. ഫോർമോസയുടെ ഒരു മിനിയേച്ചർ വെറൈറ്റി എന്നൊക്കെ പറയാം. പക്ഷെ ഇത് ശരിക്കും ഫോർമോസ അല്ല. പക്ഷെ ഒരുപാട് പൂക്കൾ തരും. അതിന്റെ ഏകദേശം കളർ തന്നെയാണ് വരുന്നത്. നല്ല ബുഷിയായിട്ട് കൂടെ വളരുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതാണ് ഫോർമോസ വെറൈറ്റി. നല്ല ഭംഗിയാണ് ഇതിന്റെ പൂക്കളുടെ നിറം. നേരത്തെ കണ്ട വെറൈറ്റിയോട് സാദൃശ്യം തോന്നുന്ന ഒരു വെറൈറ്റി തന്നെയാണ്. നല്ല ഭംഗിയിൽ പൂക്കൾ ഉണ്ടാവും. ഒരുപാട് പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് കേളിസ എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി ആണ്. ഇതിന്റെ ലീഫ് നമ്മുടെ ലൈറ്റ് ഗ്രീൻ ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഫ്ലവറിലും ഇതുപോലെ ഒരു ഷെയ്ഡ് ഇടയ്ക്ക് കയറി വരും. എല്ലാ ഫ്ലവറിലും ഉണ്ടാവില്ല, ചില ഫ്ലവറിൽ ഇങ്ങനെ വരുന്നത് കണ്ടിട്ടുണ്ട്. നല്ല പോലെ വലിപ്പമുള്ള ഫ്ലവർ ആണ്. കൊല കൊലയായിട്ട് പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി കൂടിയാണ്. ഇത് തായ് ഡിലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ്. ആദ്യം ഫ്ലവർ വന്നു തുടങ്ങുമ്പോൾ ഇതേ കളറിലാണ് വരിക. പിന്നെ വിരിഞ്ഞു വിരിഞ്ഞു വരുമ്പോൾ അതിലേക്ക് ഒരു പിങ്ക് ഷെയ്ഡ് കൂടുതലായിട്ട് വരും. നല്ല ഭംഗിയുള്ള വെറൈറ്റി ആണ്. ഒരുപാട് പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി തന്നെയാണ്. ഇതാണ് സ്നോ ഓറഞ്ചിന്റെ ഒരു പ്ലാന്റ്. ഇതാണ് കറക്റ്റ് അതിന്റെ കളറ് വിരിഞ്ഞു വരുന്നത്. നമ്മൾ നേരത്തെ കണ്ടത് കുറച്ച് ദിവസങ്ങളായി കൊഴിഞ്ഞു പോകേണ്ട ആ സ്റ്റേജിലുള്ള ഫ്ലവർ ആയിരുന്നു അത്. ജുവൽ വെറൈറ്റി ആണ് ഇത്. ഇതിന്റെ ഫ്ലവർ വരുന്ന ഒരു രീതി വളരെ വ്യത്യസ്തമാണ്. ഇതിന്റെ ഒരുപാട് കളർ വെറൈറ്റികൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ലീഫിലും വെരിഗേറ്റഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് വരുന്നുണ്ട്. ഇത് നല്ല ഡാർക്ക് പിങ്ക് ആണ്. ഇനി അവിടെ ലൈറ്റ് റോസ്, യെല്ലോ, പിന്നെ ലീഫിൽ വെരിഗേറ്റഡ് ആയിട്ടുള്ള വെറൈറ്റികളും ഉണ്ട്.
ഇത് മഹാറ വെറൈറ്റി ആണ്, നമ്മുടെ നാടൻ മഹാറയാണിത്. പക്ഷെ ഈ പൂക്കൾക്ക് ഇപ്പോഴും നല്ല ഡിമാൻഡ് ഉണ്ട്. ഒരുപാട് പേര് ഇത് കാണുമ്പോൾ മേടിച്ചുകൊണ്ട് പോകുന്ന ഒരു വെറൈറ്റിയാണ്. മഹാറയിൽ തന്നെ ഒരുപാട് വെറൈറ്റികൾ വരുന്നുണ്ട്. ഇത് നമ്മുടെ പണ്ട് മുതലേ നമ്മൾ കണ്ടുവരുന്ന ഒരു മഹാറയാണ്. ഇത് നമ്മുടെ നാടൻ വൈറ്റ് ആണ്. ഇപ്പോഴും നല്ല ഡിമാൻഡാണ്. ഒരുപാട് പേര് ഇത് വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. നിറയെ പൂക്കൾ തരുന്നത് തന്നെയാണ് നമ്മുടെ നാടൻ വെറൈറ്റി. ഇത് ഒരു സിമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ്. ഇതിൽ ഇതുപോലെ മിക്സഡ് ഫ്ലവർ ആണ് വരിക, അതുപോലെ തന്നെ ലീഫിലും വെരിഗേറ്റഡ് ആണ് വരിക. കുറെ നാളുകളായിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു വെറൈറ്റി ആണ്. ഇതിന്റെ ഇപ്പൊ ഡിഫറെന്റ് കളറുകളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. നിറയെ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി ആണ്. ഇത് ഗോൾഡൻ സൺഷൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ്. ഇത് മുഴുവനായിട്ട് വിരിഞ്ഞിട്ടില്ല. വിരിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ഇതിന്റെ ഫ്ലവർ കാണാനായിട്ട്. കുറെ മിക്സഡ് കളറുകളാണ് വരിക. നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ആണ്. വലിയ പൂക്കളായിരിക്കും. ഇപ്പൊ ഇത് ചെറിയത് വിരിഞ്ഞു വരുന്നുള്ളൂ. ഇത് എനിക്ക് അപ്രതീക്ഷിതമായിട്ട് കിട്ടിയിട്ടുള്ള ഒരു വെറൈറ്റി ആണ്. സുഫിയ ഇന്ത്യാനയുടെ കൂടെ കയറി വന്ന ഒരു പ്ലാന്റ് ആണ്. അതും വന്ന് കട്ട് ചെയ്ത് പിടിപ്പിച്ചതാണ്. ഇത് എനിക്കല്ല കിട്ടിയത്, വേറെ ഒരാൾക്ക് കിട്ടിയിട്ട് ഞാൻ അയാളുടെ അടുത്ത് നിന്ന് കളർ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് കൊണ്ടുവന്നതാ. ഇവിടെയാണെങ്കിലും വരുമ്പോ ഒരുപാട് പേര് ഈ പ്ലാന്റ് ശ്രദ്ധിക്കുന്നുണ്ട്. നല്ല ഭംഗിയാണ് ഇതിന്റെ ഫ്ലവേഴ്സ് കാണാനായിട്ട്. നല്ല കളറും അതുപോലെ തന്നെ ലീഫും എല്ലാം നല്ലൊരു ഭംഗിയുള്ള വെറൈറ്റിയാണ്. ഇത് ട്രൈ കളർ വെരിഗേറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. ലീഫില് വെരിഗേറ്റഡ് ആണ് വരുന്നത്. നല്ലൊരു വെറൈറ്റി ആണ്. ഇത് ട്വിസ്റ്റഡ് പർപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ്. പൂക്കൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ട്വിസ്റ്റഡ് ആയിട്ട് ഇങ്ങനെ ചുള്ളനൊക്കെ ആയിട്ടാ വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ആണ്. ഒരുപാട് പൂക്കൾ ഉണ്ടാവും. ഇത് ട്വിസ്റ്റഡ് റെഡ് എന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റി ആണ്. നല്ല ഭംഗിയുള്ള നിറവും അതുപോലെ തന്നെ ഇതിന്റെ ഇതളുകളും ഭയങ്കര ഡിഫറെന്റ് ആണ്. നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ആണ്. ഇത് വീര വെറൈറ്റി ആണ്. വീര ഡാർക്ക് പർപ്പിൾ എന്ന് പറയും. അതിന്റെ തന്നെ വെറൈറ്റി ആണ് വീര വൈറ്റ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് കട്ടിയിൽ പൂവുണ്ടാവും. നല്ല ഭംഗിയാണ് ഇതിന്റെ കളേഴ്സും. ഇതിന് 2-3 കളറുകൾ വരുന്നുണ്ട്. ഇത് ഫൈറോപ്പാൽ ഓറഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ്. നല്ല ഭംഗിയുള്ള ഓറഞ്ച് നിറങ്ങളാണ്. അതുപോലെ തന്നെ നിറയെ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി ആണ്. നല്ലൊരു ഡിമാൻഡ് ഉള്ള പ്ലാന്റ് ആണ്. ഒരുപാട് പ്ലാന്റ്സ് നമുക്കുണ്ട്. ഒരുപാട് പ്ലാന്റ് എല്ലാവരും ആഗ്രഹിച്ച് തന്നെ മേടിക്കുന്നുണ്ട്. ഇത് ഫൈറോപ്പാലിന്റെ പ്ലാന്റ് ആണ്. അതുമക്കൂടെ ഇത് ഫ്ലെയിം കയറി വന്നതാ. ഫ്ലെയിം റെഡ്. ഇത് ഗ്രാഫ്റ്റഡോ ഒന്നുമല്ല. ചിലപ്പോഴൊക്കെ നമുക്ക് ചില പ്ലാന്റ്സ് അങ്ങനെ കിട്ടാറുണ്ട്. ഈ ഒരു പ്ലാന്റിലും അങ്ങനെ തന്നെയാണ്. ഒരു കൊമ്പില് ഫ്ലെയിം കയറി വന്നിട്ടുണ്ട്. ഇതാണ് ഫ്ലെയിം റെഡ് വെറൈറ്റി. ഇതിപ്പോ ഒരു ചെറിയ പോട്ടിലായിരുന്നു ഇരുന്നിരുന്നത്. ഇതൊരു മദർ പ്ലാന്റ് ആക്കാം എന്നുള്ള രീതിയിൽ വലിയൊരു പോട്ടില് സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഡിസംബറിലെ മഴയില് ഇതിൽ നിറയെ പൂക്കളായിട്ട് നിൽക്കായിരുന്നു. ഡിസംബറിലെ മഴയിൽ പൂക്കൾ മുഴുവൻ കൊഴിഞ്ഞു പോയി. അപ്പൊ അതാ വീണ്ടും പൂക്കളായി. പിന്നെ അത് അടുത്ത ട്രിപ്പ് പൂക്കൾ വന്നുകൊണ്ടിരിക്കുന്നു. പലർക്കും സംശയമുണ്ട്, ഇനി ഇവിടെ നിന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ പൂക്കൾ മൊത്തം കൊഴിഞ്ഞു പോയ വരില്ലേ എന്നുള്ളത്. അങ്ങനെയല്ല, ഇതിലെ പൂക്കള് വരും, പിന്നെയും കൊഴിഞ്ഞു പോവും. അപ്പോഴേക്കും അടുത്ത പൂക്കളായിക്കൊണ്ടേയിരിക്കും. ബൊഗൈൻവില്ല വെറൈറ്റികൾ അങ്ങനെ തന്നെയാണ്. പൂക്കള് തീരെ ഇടാതെ നിൽക്കുമ്പോൾ മാത്രമാണ് നമ്മൾ പ്രൂൺ ചെയ്യുകയോ വളം ഇടുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. വളം വലിയ കാര്യമായിട്ടുള്ള ഇംഗ്ലീഷ് വളങ്ങളൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കൊക്കെ മിക്സ് ചെയ്തിടുക. അതുപോലെ തന്നെ ചെടിയുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് പോട്ടിംഗ് മിക്സിൽ നമ്മൾ ചാണകപ്പൊടിയൊക്കെ മിക്സ് ചെയ്താൽ തന്നെ ചെടി നല്ല ഗ്രോത്ത് ആയിട്ട് വരും. ഇത് സിംഗപ്പൂർ പിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി ആണ്. നിറയെ പൂക്കൾ ഉണ്ടാവും. അതുപോലെ തന്നെ പൂക്കളിന് നല്ല വലിപ്പമുള്ള പൂക്കളാണ് ഉണ്ടാവുന്നത്. അത്യാവശ്യം ഡിമാൻഡ് ഉണ്ട്. കഴിഞ്ഞ വർഷം ഞാൻ ഫസ്റ്റ് ഒരു പ്ലാന്റ് വാങ്ങിയത് ഇപ്പോൾ വളരെ വലുതായി, പെട്ടെന്ന് ഗ്രോത്തും ഉള്ള ഒരു പ്ലാന്റ് ആണ്. വയലറ്റിൽ തന്നെ ഒരുപാട് വെറൈറ്റികൾ വരുന്നുണ്ട്. ഇത് പണ്ട് മുതലേ നമ്മൾ കണ്ടുവരുന്ന ഒരു വെറൈറ്റി ആണ്. നല്ല വലിയ ഇതളുകളുള്ള ക്രീപ്പർ ആയിട്ടൊക്കെ ചുറ്റി പടർത്തി വളർത്താൻ പറ്റുന്ന ഒരു വെറൈറ്റി ആണ്. നിറയെ പൂക്കൾ ഉണ്ടാവുന്ന ഒരു വെറൈറ്റി കൂടിയാണ്. ഈ ഒരു ഭാഗത്തിരിക്കുന്ന എല്ലാം നാടൻ വെറൈറ്റികളാണ്. ഇതിന്റെ തന്നെ ഒരുപാട് കളറുകൾ വരുന്നുണ്ട്.
നല്ല ഭംഗിയുള്ള പൂക്കളാണ്. ഇവിടെ ഇരിക്കുന്നതിന്റെ എല്ലാം നല്ല കട്ടിയുള്ള സ്റ്റെമ്മുകളാണ് വരുന്നത്. അതുപോലെ തന്നെ നല്ല തിക്കിലും പ്ലാന്റിന് ഒരുപാട് ശിഖരങ്ങളൊക്കെ ആയിട്ടാണ് വളർന്നിട്ടുള്ളത്. കുറച്ച് അധികം കളർ ഇതിൽ വരുന്നുണ്ട് നാടനില്. പറയാനാണ്, ഇത് മഹാറയുടെ വെറൈറ്റി തന്നെയാണ്. ഇതിലും രണ്ട് കളറ് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ നമുക്ക് നാടനിലും ഇങ്ങനെ കിട്ടുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആയിട്ടായിരിക്കും ഓരോ ഹൈബ്രിഡ് പ്ലാന്റുകളൊക്കെ ഉണ്ടാവുന്നത്. ചില പ്ലാന്റുകളിൽ ഇതുപോലെ ലീഫ് വെരിഗേറ്റഡ് ആയിട്ട് വരുന്നതും കാണുന്നുണ്ട്. ഇത് മഹാറ വെറൈറ്റിയിൽ വരുന്നതാണ്. സിന്തായി യെല്ലോന്റെയും ഓറഞ്ചിന്റെ ഒക്കെ വരുന്ന ലീഫ് പോലത്തെ തന്നെയാണ് ഇതിനും വരുന്നത്. ഈ ഒരു വെറൈറ്റിയില് ഇത് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ഈ ഒരു ലീഫില്. അതേപോലെ തന്നെ ഇതും നമ്മുടെ നാടൻ മഹാറ പിങ്കിന്റെ പോലെ തന്നെ, പക്ഷെ ലീഫില് ചെറിയൊരു വെരിഗേറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. സ്നോ മഹാറ പിങ്ക് എന്നാണ് ഇതിനെ പറയുന്നത്. ഇതും മഹാറയിൽ പെടുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് ഡോക്ടർ റാവുവിന്റെ വെറൈറ്റിയാണ്. ഇതിലിപ്പോ ഒരു 3 വെറൈറ്റിയോളം ഇരിക്കുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ലീഫും അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള കളേഴ്സും ആണ് ഇതിന്റെ ഫ്ലവറുകളെല്ലാം വരുന്നത്. ഇത് ക്രിസ്റ്റീന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ്. പൂക്കള് നല്ല മിക്സഡ് കളേഴ്സ് വരുന്ന നല്ല ഭംഗിയുള്ള പൂക്കളാണ്. ഇത് ചില്ലി ഓറഞ്ച് ആണ്. നല്ല ഭംഗിയുള്ള ഓറഞ്ച് ആണ്. നിറയെ പൂക്കൾ തരും ചില്ലി വെറൈറ്റികൾ. നല്ല കളേഴ്സും ആണ് ചില്ലികളിൽ വരുന്നത്. ഇത് ചിത്രയാണ്, നമ്മുടെ നാടൻ വെറൈറ്റി ആണ്. നല്ല ഭംഗിയാണ് ഇതിന്റെ പൂക്കള്. ഏത് രീതിയിൽ വരും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഇത് മിക്സഡ് ആയിട്ടാണ് വരിക. ഇപ്പൊ ഈ ഫ്ലവറിന്റെ പോലെയല്ല ഈ ഒരു കൊമ്പിൽ വന്നിട്ടുള്ള ഫ്ലവർ. കണ്ടോ, ഇവിടെ 2 രീതിയിൽ ഫ്ലവർ വിരിഞ്ഞിട്ടുണ്ട്. അപ്പൊ ചിത്രകളെ കാണാൻ നല്ല ഭംഗിയാണ്. പല ടൈപ്പിലുള്ള ചിത്രകളുണ്ട്. ഈ സുഫിയ ഇന്ത്യാന പോലും ചിത്ര വെറൈറ്റി ആണ്. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.